once again welcome back to our YouTube channel. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ആക്ട്രസ് പാർവതി കൃഷ്ണയുടെ ഒരു ഫേസ് പീൽ ഓഫ് മാസ്ക് നമുക്ക് പറയാം, കൈൻഡ് ഓഫ് അങ്ങനെ വരുന്നതാണ്. ഒരു ഫേസ് ഗ്ലോവിംഗ് മാസ്ക് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായിരുന്നു കേട്ടോ. അപ്പൊ അത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒന്നാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ചെയ്ത് നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാനതിങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് അതിന് ചെറിയ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പല ആൾക്കാരും ചെയ്തിട്ടുണ്ട്. അതുപോലെ അവർ കമന്റ് ബോക്സിലോട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടി എന്നുള്ള ഒരു കമന്റ്സും ഉണ്ടായിരുന്നു കേട്ടോ. സോ അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാസ്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് ജസ്റ്റ് കുറച്ച് കോഫി പൗഡർ, ഒരു എഗ് വൈറ്റ്, ദെൻ കുറച്ച് ടർമറിക് പൗഡർ. അപ്പൊ ഇത്രയും മൂന്ന് ഇൻഗ്രീഡിയൻസിലാണ് നമ്മൾ ഈ ഒരു വൈറൽ ആയിട്ടുള്ള ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ജസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പൊ നമ്മുടെ ഈ ഒരു ഫേസ് മാസ്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നത്, ഞാനല്ല ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്നത്, നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് കോഫി പൗഡർ ആണ്, പിന്നെ എഗ് വൈറ്റ്. ഞാൻ ഈ മുട്ട പൊട്ടിക്കാൻ നേരത്ത് മൊത്തത്തിൽ ശോകമായിരുന്നു. കാരണം ഫസ്റ്റ് മുട്ട എന്റെ താഴത്ത് വീണ് പൊട്ടി. രണ്ടാമത്തെ മുട്ട എടുത്ത സമയത്ത് കുറച്ച് എഗ്ഗിന്റെ ഒരു യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എഗ്ഗിന്റെ യെല്ലോ ആഡ് ചെയ്ത് മോഡല്ലോ ഭയങ്കര സ്മെല്ലായിരിക്കും, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന സ്മെല്ലായിരിക്കത്തില്ല. നമ്മളൊരു കോഴിക്കൂടിന്റെ ഉള്ളിൽ തലയിട്ടതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇതിപ്പോ നമ്മൾ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൂക്കിന്റെ ഉള്ളിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ചെറുങ്ങനെ അങ്ങനത്തെ ഒരു സ്മെല്ല് നമ്മുടെ മൂക്കിലോട്ട് അടിക്കും. അപ്പൊ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളത് എഗ് വൈറ്റ് ആണ്, ഒരെണ്ണം മുഴുവൻ വേണം. പിന്നെ അതിനകത്തേക്ക് കുറച്ച് കോഫി പൗഡറും കുറച്ച് ടർമറിക്കും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളുടെ ഫേസിൽ നല്ലോണം തന്നെ അപ്ലൈ ചെയ്യുക. ഒരു കോട്ട് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കോഫി പൗഡർ എടുക്കുമ്പോൾ അത്യാവശ്യം അളവിൽ നമ്മുടെ മുഖത്ത് ഒട്ടാൻ രീതിയിൽ എടുക്കുക. ചിലർ നല്ല വാട്ടറി കൺസിസ്റ്റൻസി എടുക്കും. വാട്ടറി കൺസിസ്റ്റൻസി എടുത്തു കഴിഞ്ഞാൽ മുഖത്ത് അത് ഒട്ടത്തില്ല, അതിങ്ങനെ ഒഴുകി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കോഫി പൗഡറും ടർമറിക്കും എടുക്കുക. ടർമറിക്ക് ഒരു നുള്ളു മതി കേട്ടോ. അപ്പൊ നമുക്ക് സാധാരണ നിങ്ങൾക്ക് കറക്കിടുന്ന ടർമറിക് ഇല്ല, അതൊക്കെ തന്നെ എടുക്കാവുന്നതാണ്. മുഖത്ത് നല്ലോണം അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് മുഖം നല്ലോണം തന്നെ ഒന്ന് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന രീതിയിൽ മുഖത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു കോട്ടും കൂടെ നമ്മുടെ ഈ ഒരു ഫേസ് മാസ്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ മുഖത്ത് നിങ്ങൾ ഇട്ടേക്കുന്ന ഈ ഒരു ടിഷ്യൂ ഇല്ലേ, അത് നല്ലോണം തന്നെ ഉണങ്ങണം. അങ്ങനെ ഉണങ്ങുമ്പോഴാണ് നമ്മൾ വലിച്ചു ഈ എടുക്കുന്ന സമയത്ത് നമ്മുടെ മൂക്കിന്റെ അവിടെയൊക്കെയുള്ള വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ആയിട്ട് പോയത്തുള്ളൂ. അപ്പൊ നമുക്ക് ഞാൻ 20 മിനിറ്റ്സ് അല്ല 20 മിനിറ്റ്സ് കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട വന്നു എനിക്കിതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. സംഭവം ഇത് പറിച്ചെടുക്കുമ്പോൾ വലിയ പെയിനൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഒരു ചെറിയൊരു വേദന ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കുറെ ആൾക്കാർ ചെയ്തതിലൊക്കെ അവർക്ക് വേദന ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വേദന എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫേസിൽ കുറച്ച് ഹെയറും എസ്പെഷ്യലി മീശയുടെ ഭാഗത്ത് കുറച്ച് ഹെയർ ഉണ്ടായിരുന്നു. സോ അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഭാഗമൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ എന്റെ മുടി കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ഒട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വലിച്ചെടുക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം വേദന എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ ഒരു ഫേസ് മാസ്കിനെ പറ്റി എന്താ പറയാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ മുഖത്ത് അപ്ലൈ ചെയ്ത് നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. മുഖത്തൊരു ഗ്ലോ കിട്ടി, ഒരു ബ്രൈറ്റനിങ് എഫക്ട് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അധികം ഇങ്ങനെ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒന്നും ഇല്ലായിരുന്നു. സോ അപ്പൊ അതുകൊണ്ട് എനിക്കതങ്ങനെ ഒരുപാട് പറഞ്ഞു പോകുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പൊ ഞാനിത് വേറൊരാളുടെ വീഡിയോയിൽ കണ്ട സമയത്ത് അവർക്ക് ഹെയർ ഒക്കെ റിമൂവ് ചെയ്യണ പോലെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഹെയർ ഒന്നും അങ്ങനെ റിമൂവ് ആയിട്ട് പോകുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അത് അത്രമാത്രം അങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. കുറെ നേരം വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഞാൻ എന്തായാലും 20 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് അങ്ങനെ ഹെയർ പറഞ്ഞു പോകുന്ന പോലെ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടല്ലോ, നമ്മൾ ആഴ്ചയിൽ 2 തവണയൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മുഖത്ത് നല്ല ടാൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ അറിയാൻ പറ്റും. ടാൻ കുറവൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്രമാത്രം ഇപ്പൊ നല്ല വെളുത്തിരിക്കുന്നവരൊക്കെ മുഖത്ത് സ്കിൻ ബ്രൈറ്റനിങ് പാക്കുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റത്തില്ല. അപ്പൊ നല്ല ടാൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ എന്തായാലും കിട്ടും. എസ്പെഷ്യലി ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൂടുതലായിട്ട് ഉള്ളവരാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഇത് നമ്മൾ ഫേസ് മാസ്ക് ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാല് മുഖത്ത് നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ മുഖത്തല്ല തലയിലാണെങ്കിലും എന്ത് ഹെയർ മാസ്കുകളോ ഹെയർ പാക്കുകളോ ഒക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്രൈ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു മോയ്സ്ചറൈസറും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടി എന്നുള്ളത് പറയാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക.